പ്രൈസ് ലോർഡ്. ഇന്നത്തേക്കുള്ള വേദഭാഗം പുറപ്പാട് പുസ്തകം 39-ാം അധ്യായം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവർ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കായി വിശേഷ വസ്ത്രവും അഹരോന് വിശുദ്ധ വസ്ത്രവും ഉണ്ടാക്കി. പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ഏഫോദ് ഉണ്ടാക്കി. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ എന്നിവയുടെ ഇടയിൽ ചിത്രപ്പണിയായി നെയ്യേണ്ടതിന് അവർ പൊന്ന് അടിച്ച് നേരിയ തകിടാക്കി നൂലായി കണ്ടിച്ചു. അവർ അതിൽ തമ്മിൽ ഇണച്ചിരിക്കുന്ന ചുമൽ കണ്ടങ്ങളുണ്ടാക്കി. അത് രണ്ടറ്റത്തിന് ഇണച്ചിരുന്നു. അത് കെട്ടിമുറുക്കുവാൻ അതിന്മേലുള്ളതായി ചിത്രപ്പണിയായ നടുക്കെട്ട് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അതിൽ നിന്ന് തന്നെ അതിൻ്റെ പണി പോലെ പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ടായിരുന്നു. മുദ്രകൊത്തായിട്ട് ഇസ്രായേൽ മക്കളുടെ പേർ കൊത്തിയ ഗോമേതക കല്ലുകളെ അവർ പൊൻതടങ്ങളിൽ പതിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഏഫോദിന്റെ ചുമൽ കണ്ടങ്ങളിന്മേൽ ഓർമ്മക്കല്ലുകൾ വച്ചു. അവൻ ഏഫോദിന്റെ പണി പോലെ ചിത്രപ്പണിയായിട്ട് പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് പതക്കവും ഉണ്ടാക്കി. അത് സമചതുരമായിരുന്നു. പതക്കം ഇരട്ടയായി ഉണ്ടാക്കി. അത് 1 ചൺ നീളവും 1 ചൺ വീതിയും ഉള്ളതായി ഇരട്ടയായിരുന്നു. അവർ അതിൽ 4 നിരരത്നം പതിച്ചു. താമ്രമണി, പീതരത്നം, മരതകം ഇത് 1-ാമത്തെ നിര. 2-ാമത്തെ നിര മാണിക്യം, നീലക്കല്ല്, വജ്രം. 3-ാമത്തെ നിര പത്മരാഗം, വൈഡൂര്യം, സുഗന്ധക്കല്ല്. 4-ാമത്തെ നിര ഗോമേതകം, പുഷ്പരാഗം, സൂര്യകാന്തം. അവ അതത് തടത്തിൽ പൊന്നിൽ പതിച്ചിരുന്നു. ഈ കല്ലുകൾ ഇസ്രായേൽ മക്കളുടെ പേരുകളോടുകൂടെ അവരുടെ പേർ പോലെ 12 ആയിരുന്നു. 12 ഗോത്രങ്ങളിൽ ഓരോന്നിൻ്റെ പേർ അവയിൽ മുദ്രക്കൊത്തായി കൊത്തിയിരുന്നു. പതക്കത്തിന് ചരട് പോലെ മുറിച്ച കുത്തുപണിയായി തങ്കം കൊണ്ട് സരപ്പളികളും ഉണ്ടാക്കി. പൊന്നുകൊണ്ട് 2 വളയവും 2 കണ്ണിയും ഉണ്ടാക്കി. വളയം 2 പതക്കത്തിൻ്റെ 2 അറ്റത്തും വച്ചു. പൊന്നുകൊണ്ടുള്ള 2 സരപ്പളി അവർ പതക്കത്തിൻ്റെ അറ്റത്ത് 2 വളയത്തിലും കൊളുത്തി. 2 സരപ്പളിയുടെയും 2 അറ്റം 2ഉം അവർ കണ്ണി 2ലും കൊളുത്തി ഏഫോദിന്റെ ചുമൽ കണ്ടങ്ങളിന്മേൽ മുൻഭാഗത്ത് വച്ചു. അവർ പൊന്നുകൊണ്ട് വേറെ 2 കണ്ണി ഉണ്ടാക്കി പതക്കത്തിന്റെ മറ്റേ 2 അറ്റത്തും ഏഫോദിന്റെ കീഴറ്റത്തിന് നേരെ അകത്തെ വിളിമ്പിൽ വച്ചു. അവർ വേറെ 2 പൊൻകണ്ണികൾ ഉണ്ടാക്കി ഏഫോദിന്റെ മുൻഭാഗത്ത് 2 ചുമൽ കണ്ടങ്ങളിൽ താഴെ അതിൻ്റെ ഇണപ്പിനരികെ ഏഫോദിന്റെ നടുക്കെട്ടിന് മേലായി വച്ചു. പതക്കം ഏഫോദിന്റെ നടുക്കെട്ടിന് മേലായി ഇരിക്കേണ്ടതിനും അത് ഏഫോദിൽ ആടാതിരിക്കേണ്ടതിനും ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ അവർ അത് കണ്ണികളാൽ ഏഫോദിന്റെ കണ്ണികളോട് നീലനാട കൊണ്ട് കെട്ടി. അവൻ ഏഫോദിന്റെ അങ്കി മുഴുവനും നീലനൂൽ നെയ്ത്ത് പണിയായി ഉണ്ടാക്കി.
അങ്കി നടുവിൽ കവചത്തിൻ്റെ ദോരം പോലെ ഒരു ദോരവും അത് കീറാതിരിക്കേണ്ടതിന് ചുറ്റും ഒരു നാടയും വച്ചു. അങ്കിയുടെ വിളിമ്പിൽ നീലനൂൽ, ധൂമ്രനൂൽ, ചുമപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് മാതളപ്പഴങ്ങൾ ഉണ്ടാക്കി. തങ്കം കൊണ്ട് മണികളും ഉണ്ടാക്കി. മണികൾ അങ്കിയുടെ വിളിമ്പിൽ ചുറ്റും മാതളപ്പഴങ്ങളുടെ ഇടയിൽ വച്ചു. ശുശ്രൂഷയ്ക്കുള്ള അങ്കിയുടെ വിളിമ്പിൽ ചുറ്റും ഒരു മണിയും ഒരു മാതളപ്പഴവും, ഒരു മണിയും ഒരു മാതളപ്പഴവും ഇങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ വച്ചു. അഹരോനും പുത്രന്മാർക്കും പഞ്ഞിനൂൽ കൊണ്ട് നെയ്ത്തുപണിയായ അങ്കിയും, പഞ്ഞിനൂൽ കൊണ്ട് മുടിയും, പഞ്ഞിനൂൽ കൊണ്ട് അലങ്കാരമുള്ള തലപ്പാവും, പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് കാൽച്ചട്ടയും, പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് നീലനൂൽ, ധൂമ്രനൂൽ, ചുമപ്പുനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായ നടുക്കെട്ടും യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഉണ്ടാക്കി. അവർ തങ്കം കൊണ്ട് വിശുദ്ധ മുടിയുടെ നെറ്റിപ്പട്ട ഉണ്ടാക്കി. അതിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന മുദ്രക്കൊത്തായുള്ള ഒരു എഴുത്തും കൊത്തി. അത് മുടിമേൽ കെട്ടേണ്ടതിന് അതിൽ നീല നൂൽനാട കോർത്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. ഇങ്ങനെ സമാഗമന കൂടാരമെന്ന തിരുനിവാസത്തിൻ്റെ പണിയൊക്കെയും തീർന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഇസ്രായേൽ മക്കൾ ചെയ്തു. അങ്ങനെ തന്നെ അവർ ചെയ്തു. അവർ തിരുനിവാസം മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. കൂടാരവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും, കൊളുത്ത്, പലക, അത്താഴം, തൂൺ, ചുവട്, ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ കൊണ്ടുള്ള പുറമൂടി, തഹശീൽ തോൽ കൊണ്ടുള്ള പുറമൂടി, മറയുടെ തിരശീല, സാക്ഷ്യപട്ടകം, അതിൻ്റെ തണ്ട്, കൃപാസനം, മേശ, അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും, കാഴ്ചയപ്പം, തങ്കം കൊണ്ടുള്ള നിലവിളക്ക്, കത്തിച്ചു വയ്പ്പാനുള്ള ദീപങ്ങൾ, അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും, വെളിച്ചത്തിന് എണ്ണ, പൊന്നുകൊണ്ടുള്ള ധൂപപീഠം, അഭിഷേക തൈലം, ധൂപവർഗം, കൂടാരവാതിലിനുള്ള മറശീല, താമ്രം കൊണ്ടുള്ള യാഗപീഠം, അതിൻ്റെ താമ്രജാലം, തണ്ട്, അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും, തൊട്ടി, അതിൻ്റെ കാൽ, പ്രാകാരത്തിൻ്റെ മറശീല, തൂൺ, അതിൻ്റെ ചുവട്, പ്രാകാരവാതിലിൻ്റെ മറശീല, അതിൻ്റെ കയറ്, കുറ്റി, സമാഗമന കൂടാരമെന്ന തിരുനിവാസത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളൊക്കെയും, വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കായി വിശേഷ വസ്ത്രം, പുരോഹിത ശുശ്രൂഷയ്ക്കുള്ള അഹരോൻ്റെ വിശുദ്ധ വസ്ത്രം, അവൻ്റെ പുത്രന്മാരുടെ വസ്ത്രം, ഇങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഇസ്രായേൽ മക്കൾ എല്ലാ പണിയും തീർത്തു. മോശ പണിയൊക്കെയും നോക്കി. യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ അവർ അത് ചെയ്തു തീർത്തിരുന്നു എന്ന് കണ്ട് മോശ അവരെ അനുഗ്രഹിച്ചു. തേനിലും തേൻ കട്ടയിലും മധുരമുള്ള ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ വേദഭാഗം വായിച്ചു തീരുന്നു.
എൻ